യേശുവെ, ഈ സന്ധ്യാസമയത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Lord, we thank you for bringing us all here once again together to worship you and to praise you and to listen from you. കർത്താവെ, അങ്ങയുടെ വചനത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ, അങ്ങയുടെ വചനത്തിൻ്റെ അർത്ഥത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ, ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സത്യമായി ഉള്ള വചനത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് അപേക്ഷിക്കുന്നു. And let that bring transformation into our hearts. കർത്താവെ, വെളിച്ചം കടക്കേണ്ടതായിട്ടുള്ള ഞങ്ങളുടെ ഹൃദയത്തിലെ ഭാഗത്തിലേക്ക് യേശുവെ അങ്ങ് വെളിച്ചമായിട്ട് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ ചാര വന്നിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, ഇസ്രായേൽ മക്കളോടുകൂടി അങ്ങ് നിരന്തരം നടന്നതുപോലെ കർത്താവെ, ഈ ഭവനത്തിൻ്റെ മേലും ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും അങ്ങ് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ഈ സമയങ്ങളിൽ നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, പൂർണ്ണമായിട്ടും അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യാത്ര പുറപ്പെട്ട ഇസ്രായേൽ മക്കളെ പോലെ ഞങ്ങളുടെ ജീവിതം പലപ്പോഴും വഴിതെറ്റിയും പലപ്പോഴും തിരികെ വന്നും വീണ്ടും വഴിതെറ്റിയും തിരികെ വന്നും ഇരിക്കുന്നു ദൈവമേ. എങ്കിലും അങ്ങ് ഞങ്ങളെ തള്ളിക്കളയുന്നില്ല, അങ്ങ് ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല. കർത്താവെ, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് ഏകനാകുന്നു. കർത്താവെ, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റു പറയുന്നു. കർത്താവെ, ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം എത്ര വലിയതാകുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. യേശുവെ, അങ്ങയിൽ പൂർണ്ണമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. വചനം കേൾക്കുവാനും മനസ്സിലാക്കുവാനും കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് വാതിലിൽ മുട്ടുമ്പോൾ വാതിലിൽ തുറന്നു തരുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും പാപക്കറകളെ കർത്താവെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ അങ്ങ് കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, പൂർണ്ണമായിട്ടും സകല കാര്യങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സർവവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൃപയോടെ കേൾക്കണമേ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് കാണുമ്പോൾ we see Christians and we are I'm just classifying Christians into two groups. ക്രിസ്ത്യാനികളെ രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുവാനും what I'm trying to do is to figure out the different characters or characteristics of these two groups. We don't need to compare other religions or those who doesn't know Christ. So this particular topic is related just to Christians. നമ്മളെ മാത്രം ക്രിസ്ത്യാനികളെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ളൊരു ടോപ്പിക്കായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. സോ എനിക്ക് തോന്നുന്നു I think that we can classify Christians into two separate groups. ആ രണ്ട് ഗ്രൂപ്പുകളിലും ഈ രണ്ട് ബൈബിളിലുടനീളം നമ്മളിങ്ങനെ രണ്ടെന്നുള്ളൊരു കണക്ക് കാണുന്നുണ്ട്. 2 types അല്ലെങ്കിൽ 2 kinds. ഈ രണ്ട് ഗ്രൂപ്പിലും കോമൺ ആയിട്ട് ഒരു ഫാക്ടറുണ്ട്. There is one thing that is very common in both these groups. എന്തായിരിക്കും അത്? Good and evil. Even more, sin, പാപം. എല്ലാവരും പാപം ചെയ്തു. പൗലോസ് പറയുന്നത് പോലെ എവരിബഡി സിൻഡ്, എല്ലാവരും പാപം ചെയ്തു. രണ്ട് ഗ്രൂപ്പിലും വളരെ കോമൺ ആയിട്ടുള്ളത് ഒരു കാര്യമാണ് സിൻ എന്നുള്ളത്. റോമൻസ് 3:23 ഓൾ ഹാവ് സിൻഡ് ആൻഡ് ഫോളൻ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഓൾ ഹാവ് സിൻഡ്, അത് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻ റോമൻസ് 3:23. So that is a common characteristic that we see in the whole mankind. ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യനിൽ എല്ലാ മനുഷ്യരിലും നമ്മൾ പൂർണ്ണമായിട്ട് എല്ലാ മനുഷ്യരിലും കാണുന്നതായിട്ടുള്ള ഒരു പ്രത്യേകത ആണ്, അല്ലെങ്കിൽ ഒരു കോമൺ ഫാക്ടറാണ് സിൻ എന്നുള്ളത്. അപ്പോൾ ഈ സിൻ എന്നുള്ള ഈ കോമൺ ആയിട്ടുള്ള ഒരു സിന്നേഴ്സ് അല്ല, അപ്പോൾ സിൻ ഉള്ളവർ സിന്നേഴ്സ് എന്നുള്ള ഈ ഒരു കോമൺ ഇതിൽ ആണ് നമ്മൾ ക്രിസ്ത്യാനികളും ഉള്ളത്. വി ആർ ഓൾസോ സിന്നേഴ്സ്. നമ്മളെല്ലാവരും പാപികളാണ്. അത് നമുക്ക് വളരെ അറിയാവുന്ന കാര്യമാണ്. ഇൻ ദിസ് ഈ പാപികളുടെ നടുവിലാണ് ഈ പാപികളായ നമ്മളെ രണ്ടായിട്ട് തിരിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. സോ വാട്ട് ഐ എം ഡൂയിങ് ഈസ് ക്ലാസിഫൈയിങ് us sinners who are Christians into 2 different groups. രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ മറ്റൊരു കാര്യം, ഈ രണ്ട് ഗ്രൂപ്പിനും ആവശ്യമുള്ളൊരു കാര്യം, both of these groups need salvation.
രണ്ട് ഗ്രൂപ്പിനും രണ്ട് ഗ്രൂപ്പിന് മാത്രമല്ല എല്ലാ ജനതയ്ക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് രക്ഷ എന്നുള്ളത്. സാൽവേഷൻ അതൊരു ഒരു ഓപ്ഷനല്ല. എവറിബഡി നീഡ്സ് സാൽവേഷൻ. രക്ഷ എന്നുള്ളത് എവറിബഡി ലുക്സ് ഫോർ സംതിങ്. ചിലർ സാൽവേഷൻ രക്ഷ കാണുന്നത് നമ്മൾ കാണുന്നത് പോലെ അല്ലെങ്കിലും പൊതുവെ എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് ക്രൈസ്തവരെ മാത്രം സംബന്ധിച്ചതായതുകൊണ്ട് വി ഓൾ എക്സ്പെക്ട് സാൽവേഷൻ, അല്ലെങ്കിൽ വി ഓൾ നോ ദാറ്റ് വി നീഡ് സാൽവേഷൻ വൺ വേ ഓർ അതർ. വിശ്വസിക്കുന്നില്ലയോ എന്നുള്ളത് അല്ല, പക്ഷെങ്കിൽ ഐ തിങ്ക് മെജോറിറ്റി ഓഫ് ദ ക്രിസ്ത്യൻസ് ഡു നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി നീഡ് സാൽവേഷൻ. അപ്പോൾ സാൽവേഷൻ എന്നുള്ളതും ഒരു കോമൺ ഫാക്ടറായിട്ട് ഇരിക്കുകയാണ്. ദ നീഡ് ടു സാൽവേഷൻ, രക്ഷയുടെ ആവശ്യം ഒരു കോമൺ ഫാക്ടറായിട്ട് നമ്മുടെ ഇടയിൽ ഇരിക്കുകയാണ്. ആ ഒരു ഇതിലാണ് ഈ രണ്ട് ഗ്രൂപ്പിനെ ഞാൻ കാണുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. സോ ദ ഫസ്റ്റ് ഗ്രൂപ്പ്, I would like to say they remain attached to God and they desire God. അവർ ദൈവത്തോട് ചേർന്ന് നടക്കുന്നു, ദൈവത്തെ ഇഷ്ടപ്പെടുന്നു. ദൈവത്തോട് ചേർന്ന് നടന്ന ഒരുപാട് പേരെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നു. We see so many examples of people who walked with God, people who are called friend of God. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് വിളിക്കുന്നവരും, അങ്ങനെ ദൈവത്തോട് കൂടി നടന്ന ഒരുപാട് വ്യക്തികളെ, പിതാക്കന്മാരെ നമ്മളെ വേദപുസ്തകത്തിലും അതിനുശേഷമുള്ള സഭയുടെ കാലഘട്ടങ്ങളിലും കാണുന്നുണ്ട്. ആൻഡ് then there is another group, and that particular group knows God. അവർക്ക് ദൈവത്തെ അറിയാം, പക്ഷെ and they want things from God. അവർക്ക് ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ വേണം. വി നീഡ് ബ്ലെസ്സിങ്സ് ഫ്രം ഗോഡ്. ഒരു സറാഫിൻ തിരുമേനി പറഞ്ഞ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയാണ്, 5000-ഓളം പേര് അവിടെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ അവിടെ 5000-ഓളം പേര് ഇരുന്നു. പക്ഷെങ്കിൽ എല്ലാവരും ദൈവത്തോടു കൂടി നടക്കണം എന്നുള്ളൊരു ഇതിലല്ല, അവിടെ നിന്ന് എന്ത് കിട്ടും എന്നുള്ളൊരു വാട്ട് ബ്ലെസ്സിങ്സ് ക്യാൻ ഐ റിസീവ്. They didn't really desire God, they just desired what blessings can they get. എന്ത് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടും എന്നുള്ളത്, വാട്ട് ക്യാൻ ഐ റിസീവ് ഫ്രം ദിസ് പെർട്ടിക്കുലർ പ്ലേസ്. അപ്പോൾ ഒരു കണക്കിന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ വൺ വേ ഓർ അതർ വി ഹാവ് സം കൈൻഡ് ഓഫ് എക്സ്പെക്ടേഷൻ വെൻ വി ഗോ ടു ഗോഡ്. നമ്മൾ പ്രയറിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെൻ വി ഗോ ടു ചർച്ച്, അല്ലെങ്കിൽ വെൻ വി ഗോ ടു ഇൻ്റർസെഷൻ അറ്റ് പരമല ചർച്ച് ഓർ മണർകാട് ചർച്ച്, നമുക്ക് എല്ലാവർക്കും ഒരു വി ഹാവ് ആൻ എക്സ്പെക്ടേഷൻ, വി ഹാവ് എ നീഡ്. ഈ ഒരു ബ്ലെസ്സിങ് എന്നിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതൊരു അസുഖമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ജോലിയിലുള്ളൊരു മാറ്റമായിരിക്കാം. വി ഓൾ ഹാവ് എ പർട്ടിക്കുലർ നീഡ്. ഓഫൻ ഈവൻ ദോ വി ഹാവ് എ പർട്ടിക്കുലർ നീഡ്, ഇറ്റ് മേ നോട്ട് മീൻ ദാറ്റ് യു ആക്ച്വലി ആൻഡ് ഓണസ്റ്റ്ലി ഡിസയർ ഗോഡ്. നമുക്ക് ആവശ്യം സാധിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ദൈവം പറയുന്നത് പോലെ നടക്കണമെന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടാകണമെന്നില്ല. And that is where I make the classification. There's a group of people who have needs but they desire God, and then there's a group of people who just desire blessings or just desire or go to God just for their needs. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരികയും ദൈവത്തിനെ പോലെ ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ നടക്കുകയും ചെയ്യാത്തതായിട്ടുള്ളൊരു ജനതയും. Another group who always desires God, ദൈവത്തോട് ചേർന്ന് നടക്കുവാനായിട്ട്, ആവശ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ കാണുന്നതായിട്ട് ഒരു ഗ്രൂപ്പായിട്ട്, അങ്ങനെ ദാറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഐ എം ട്രൈങ് ടു മേക്ക് ഹിയർ. അതിന് ഉദാഹരണങ്ങളായിട്ട് വേദപുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ വി സീ ദീസ് ടു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, ഹാബേലും കയീനും, ഏബൽ ആൻഡ് കെയിൻ. അതിനുശേഷം ഹാബേലും കയീനും, അതിനുശേഷം അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. ദാവീദ്, ഗോലിയാത്ത്, യോസേഫിൻ്റെ സഹോദരന്മാരും, ജോസഫ് ആൻഡ് ഹിസ് ബ്രദേഴ്സ്, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഒരു രണ്ടുപേരെയാണ് നമ്മൾ കുരിശിൽ കാണുന്നത്. കുരിശിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് കള്ളന്മാർ. നമ്മൾ ഒരാളെ നല്ലതെന്നും ഒരാളെ അഴുക്കെന്നും പറയുമെങ്കിലും വി കോൾ വൺ ഓഫ് ദീസ് thieves as good and the other one as bad. പക്ഷെങ്കിൽ വി സീ two thieves there also. We see two people with two different characters. രണ്ട് തരത്തിലുള്ള, രണ്ട് ചിന്താധാരയിലുള്ള രണ്ട് വ്യക്തികളെ നമ്മൾ അവിടെ കാണുകയാണ്. നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് വായിക്കാം. നമ്മൾ ഈ കള്ളന്മാരുടെ ആ ഒരു ഭാഗം നമുക്ക് വായിക്കാം. The Gospel according to Saint Luke, chapter 23, verses 39 to 43. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെ.
സെയിന്റ് ലൂക്ക്. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമാശിക്ഷ വിധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിന്റെ ആദ്യത്തെ ഭാഗം, ഹൗ ഡസ് ദ ഫസ്റ്റ് വേർഡ് സ്റ്റാർട്ട്? തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരൻ. നമ്മൾ നല്ലതെന്ന്, ഒരാൾ നല്ലതാണെന്ന് വി സേ ദാറ്റ് വൺ ഈസ് ഗുഡ് ആൻഡ് അതർ വൺ ഈസ് ബാഡ്. പക്ഷെങ്കിൽ വേദോസം പറയുന്നു തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ. ഇവർ രണ്ടും ദുഷ്പ്രവൃത്തി ചെയ്തവരായിരുന്നു. ബോത്ത് ഓഫ് ദം ഡിഡ് സോ മെനി ബാഡ് തിങ്സ്. പക്ഷെങ്കിൽ വൺ ഓഫ് ദം, ആൻഡ് വി സീ 4-5 വാക്യങ്ങളേ ഉള്ളൂ. അതിൽ ഒരാൾ ഇങ്ങനെ പറയുന്നു, മറ്റൊരാൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ദാറ്റ് ഈസ് വെർ ഐ മേക്ക് ദ ക്ലാസിഫിക്കേഷൻ. 2 ഡിഫറെൻറ്റ്, 2 വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ ഈ 2 കള്ളന്മാരിലും വി സീ വൺ കോമൺ ഫാക്ടർ വിച്ച് ഈസ് വി ക്യാൻ സമ്മിറ്റ് അപ് ടു സിൻ. അവരുടെ 2ലും കോമൺ ആയിട്ടുണ്ടായിരുന്ന ഇതായിരുന്നു ദുഷ്പ്രവൃത്തി, അല്ലെങ്കിൽ സിൻ, ദൈവത്തിൽ നിന്ന് അകന്നുള്ള ജീവിതം. അവരിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇവർക്ക് 2 പേർക്കും ആവശ്യം സാൽവേഷൻ ആയിരുന്നു. ബോത്ത് ഓഫ് ദം നീഡഡ് റിഡംഷൻ ഓർ എ സാൽവേഷൻ ഔട്ട് ഓഫ് ദ ക്രോസ്. അല്ലെങ്കിൽ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അവിടെയാണ് ഒരു കള്ളൻ ഒരു തരത്തിലും മറ്റൊരു കള്ളൻ വേറൊരു തരത്തിലും പറയുന്നതായിട്ട് കാണുന്നത്. ഇതിലെ ഒന്നാമത്തെ കള്ളൻ്റെ കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കള്ളൻ ഇങ്ങനെയാണ് പറയുന്നത്, ഐ വാണ്ട് ടു ബി യുനോ, കർത്താവിനോട് പറയുകയാണ്, നീ നിന്നെയും രക്ഷിക്കുക, എന്നെയും ഈ ക്രൂശിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറയുന്നത്. യു സേവ് യുവർ സെൽഫ് ആൻഡ് യു സേവ് മീ. അപ്പോൾ അവിടെ ഈ കള്ളൻ്റെ ആഗ്രഹം, ഈ കർത്താവിനോട് കൂടി 5000 പേര് ഭക്ഷണം, ആ ഒരു പ്രസംഗത്തിൽ അവിടെ നിന്ന് എന്തെങ്കിലും ലഭിക്കും, എന്തൊക്കെയെങ്കിലും ബ്ലെസ്സിങ്സ് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ വന്നതുപോലെ ഹി വാണ്ടഡ് സംതിങ് ഇമ്മീഡിയറ്റ്. അവിടെ നിന്ന് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഉള്ളൊരു വിടുതലായിരുന്നു ആ ഒരു വ്യക്തിക്ക് ആവശ്യം, ആ ഒരു കള്ളന് ആവശ്യം. ആ കുരിശിൽ നിന്ന് എന്നെ ഇപ്പോൾ നീ പുറത്തിറക്കുക, ഇപ്പോൾ നീ ഒരു അത്ഭുതം ചെയ്ത് ഡു എ മിറാക്കിൾ ആൻഡ് ഗെറ്റ് മീ ഔട്ട് ഓഫ് ദിസ് ക്രോസ്. ഈ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബിലീവ്. നീ ഇത് ചെയ്തെങ്കിൽ ഞാൻ വിശ്വസിക്കാം നീ ദൈവപുത്രനാണെന്ന്. ഐ നീഡ് സം കൈൻഡ് ഓഫ് പ്രൂഫ്. ആ ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഒരു തരത്തിൽ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരിക്കും, നീ ശരിക്കും ദൈവമാണെങ്കിൽ എൻ്റെ ഈ ഒരവസ്ഥയൊന്ന് ചേഞ്ച് ചെയ്യുക, ഈ അവസ്ഥയൊന്ന് മാറ്റ് എന്നൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരിക്കും. ഐ എം ജസ്റ്റ് അസ്യൂമിങ്. അപ്പോൾ ആ ഒരു എൻ്റെ ഈ ഒരു പർട്ടിക്കുലർ സഫറിങ്ങിൽ നിന്ന്, എൻ്റെ ഒരു ഈ പർട്ടിക്കുലർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഐ നീഡ് ആൻ ഇമ്മീഡിയറ്റ് സാൽവേഷൻ. ഐ നീഡ് എ മിറക്കിൾ. I need God to do something so that I can get out of the current problem that is in my life. അപ്പോൾ ആലോചിച്ച് നോക്കിക്കഴിയുമ്പോൾ കള്ളന് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് ഒട്ടും അനീതിയായിട്ട് കിട്ടിയ ശിക്ഷയല്ല. ഹി ഡിഡ് റോങ് ആൻഡ് ഹി ഡിസേർവ്ഡ് ദിസ് കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ്. ആ കള്ളൻ ചെയ്ത പാപത്തിന്, അല്ലെങ്കിൽ കള്ളൻ ചെയ്ത ദുഷ്ടപ്രവർത്തികൾക്ക് ബാക്കിയായിട്ട് വന്നതാണ് ഈ ശിക്ഷ. നോബഡി വാസ് ഡൂയിങ് എനി കൈൻഡ് ഓഫ് അൺറൈറ്റസ് ആക്ട് ടു ദം. അപ്പോൾ ഇവിടെ അതിൻ്റെ ബാക്കിയായിട്ട് രണ്ടാമത്തെ കള്ളൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ദുഷ്പ്രവൃത്തി ചെയ്തിട്ടാണല്ലോ ഇവിടെ നമ്മളെ ശിക്ഷിച്ചിരിക്കുന്നത്. ഇവനോ ദുഷ്പ്രവൃത്തി ചെയ്യാതെ, യാതൊരു തെറ്റും ചെയ്യാതെ ഇവനെ നമ്മുടെ അതേ രീതിയിൽ ശിക്ഷിച്ചിരിക്കുകയാണല്ലോ, അത് നിനക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നില്ലേ എന്ന് രണ്ടാമത്തെ കള്ളൻ ചോദിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഒരു ജീവിതം ഒരു കണക്കിന് ഈ ഒരു ഫസ്റ്റ് 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഒന്നാമത്തെ കള്ളന് he didn't care about Christ. He didn't really care about Christ on the cross. All he cared was his own wish. അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫിഷ്നെസ് ആയിരുന്നു ഈ കള്ളൻ്റെ പ്രത്യേകത. He was very selfish and he wanted to come out of the cross. He was not ready to accept the pain that was happening in his life because he did something wrong. അപ്പോൾ ഈ കള്ളൻ ഇങ്ങനെ പറയുകയും കർത്താവിനെ ഒന്ന് പരീക്ഷിക്കുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് എന്നെ ഒന്ന് ഇവിടെ നിന്ന് പുറത്താക്കിയാൽ ഞാൻ നിന്നെ വിശ്വസിക്കാം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ പലപ്പോഴും നമ്മളിങ്ങനെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള അവസരങ്ങൾ. പക്ഷെങ്കിൽ ആ രണ്ടാമത്തെ കള്ളൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ
രണ്ടാമത്തെ കള്ളൻ, ദ സെക്കൻഡ് തീഫ് ഈസ് ആക്ച്വലി കൈൻഡ് ഓഫ് ട്രൈങ് ടു കറക്റ്റ് ദ ഫസ്റ്റ് തീഫ്. ഒന്നാമത്തെ കള്ളൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഇങ്ങനെ പറയാൻ പാടില്ല. ദിസ് ഇസ് നോട്ട് ഹൗ യു ഷുഡ് ടോക്ക് ടു സംബഡി ഹു ഹാവ് നോ സിൻ ഇൻ ഹിം. ഇവൻ പാവം ചെയ്യാതെ, ഇവൻ കള്ളനല്ല, ഇവൻ ഇസ്രായേൽ മുഴുവൻ നടന്ന് അനേകരെ സൗഖ്യമാക്കി, അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അവനെ ഇവരെ കുരിശിച്ചിരിക്കുകയാണ്. നമ്മളോ ഈ ശിക്ഷ അനുഭവിക്കുവാൻ തക്കവണ്ണം അതിനുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേങ്കിൽ ഇവൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇവനെ ശിക്ഷിക്കുന്നത് കണ്ടിട്ട് നീ ഇവനെ ചോദ്യം ചെയ്യുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് രണ്ടാമത്തെ കള്ളനാണ് നമ്മുടെ ഈ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. രണ്ടാമത്തെ കള്ളൻ പക്ഷെങ്കിൽ അതിൻ്റെ അവസാനം കർത്താവിനോട് പറയുന്നുണ്ട്. എന്താണ് രണ്ടാമത്തെ കള്ളൻ അവസാനം കർത്താവിനോട് പറയുന്നത്? ഹി സേസ് ഹി ഡസ് വിഷ് സംതിങ്, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് ഒരു കാര്യം ലഭിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ട്. അതെ, എന്നെ നീ ഓർക്കണമേ, ജസ്റ്റ് റിമെമ്പർ മീ എന്നുള്ള ഒരു അതെ, റിമെമ്പർ മീ എന്നുള്ളൊരു, എന്നെ നീ ഓർക്കണമേ, ഡോണ്ട് ഫോർഗെറ്റ് മീ, അല്ലെങ്കിൽ എന്നെ നീ ഓർക്കണമേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ ആ രണ്ടാമത്തെ കള്ളൻ്റെ ആ ഒരു കർത്താവിനെ മനസ്സിലാക്കിയതായിട്ടുള്ള ഒരു ഡീപ്നെസ്. ഹി ന്യൂ ദാറ്റ് the one who is crucified right next to him is something, I don't know if he really knew that he was Jesus Christ, the Messiah that everybody was expecting. But he knew that Jesus Christ was something more than all the other human beings that he see in his world. അപ്പോൾ അവൻ എന്തൊക്കെയോ പ്രതീക്ഷ ഉണ്ടായിരുന്നു യേശുവിനെ പറ്റി. ഹി ന്യൂ ദാറ്റ് ദെർ വാസ് സംതിങ് മോർ ടു ഹിം. അപ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്നെ ഈ ക്രൂശിൽ നിന്ന് പുറത്തിറക്കി അത്ഭുതം കാണിച്ച് രക്ഷിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവെ നീ എന്നെ ഓർക്കണമേ എന്ന് പറയുന്നതായിട്ടുള്ള ഐ വിൽ സഫർ ബട്ട് സ്റ്റിൽ പ്ലീസ് റിമെമ്പർ മീ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് മീ എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഈ രണ്ടാമത്തെ കള്ളൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ ആ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണുകയാണ് ഈ രണ്ട് കള്ളന്മാരിൽ. ഒരുവൻ പെട്ടെന്ന് ഒരത്ഭുതം ചെയ്ത് കർത്താവെ എന്നെ നീ പുറത്തിറക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തവൻ ഐ എം റെഡി ടു സഫർ ബട്ട് യു റിമെമ്പർ മീ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. അപ്പോൾ രണ്ടാമത്തെ കള്ളനെ സംബന്ധിച്ചിടത്തോളം what he cared was not his immediate what he cared about was not a miracle or an immediate redemption from his condition. What he cared about was, what he really did was he desired Jesus Christ. കർത്താവിനോട് കൂടെ ഇരിക്കണം, കർത്താവിനെ ഓർക്കണം എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ആ രണ്ടാമത്തെ കള്ളൻ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുകയാണ് യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ് എന്ന് പറയുന്നത്, നീ എന്നോടുകൂടെ ഇരിക്കും എന്ന് പറയുന്നതായിട്ടുള്ള ഒരവസ്ഥ. നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ഇൻ അവർ ഓൺ ഹാർട്ട്സ് ദാറ്റ് വി ഹാവ് ദീസ് ടു മെൻറ്റാലിറ്റീസ്. ചില സമയങ്ങളിൽ നമ്മൾ ഒരാളെ പോലെ ആയിരിക്കും, ചില സമയങ്ങളിൽ രണ്ടാമത്തെ കള്ളനെ പോലെ ആയിരിക്കും. സംടൈംസ് വി ഡിമാൻഡ് മിറക്കിൾസ്, സംടൈംസ് വി ഡിമാൻഡ് ഗാഡ് ടു വർക്ക്, ആൻഡ് സംടൈംസ് വി ആർ വില്ലിംഗ് ടു stay where we are in our pain, but just ask God to come to remember me. കർത്താവെ കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഒരു ചിന്ത നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ രണ്ട് തരത്തിലാണ് നമ്മുടെ മനസ്സുകൾ പലപ്പോഴും ഇരിക്കുന്നത്. നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ സഭകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് എ ലോട്ട് ഓഫ് ടൈംസ്. ഈ ഒരു രണ്ട് തരത്തിൽ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടിരിക്കുകയാണ്. വേർ ഡു വി റിയലി സ്റ്റാൻഡ്, വേർ ഡു വി റിയലി ബിലോങ് എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് എനിക്ക് ചോദിക്കുവാൻ തക്കവണ്ണമുള്ളത്. അത് നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ വി നോ ദാറ്റ് ഇൻ ദ ഗാർഡൻ ഓഫ് ഏഡൻ നമ്മൾക്ക് അറിയാം, അവിടെ ആദാമും ഹവ്വായും ദേ ഹാഡ് എ ടൈം വെൻ ദേ സ്പെൻഡ് വിത്ത് ഗോഡ്. അവർ ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവരോട് കൂടെ നടന്നു. വളരെ രസകരമായിട്ടുള്ളൊരു ജീവിതമായിരിക്കുമല്ലോ. കാരണം അവിടെ ദൈവം അവരോട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നു, ദൈവം നേരിട്ട് വന്ന് സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്ത് പ്രത്യേകതയാണ്. പക്ഷെങ്കിൽ ദെൻ ഇൻ ദ മിഡ്സ്റ്റ് the devil was able to come in and say, hey, why don't you become like God? നീ ദൈവത്തെ പോലെ ആകാം, ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ബിക്കം ലൈക്ക് ഗോഡ് എന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥ. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഷിഫ്റ്റഡ് their desire to God
to a desire of themselves. അവിടെ അവർ അതുവരെ ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തെ ആരാധിച്ചിരുന്ന ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐ ക്യാൻ ബിക്കം ലൈക്ക് ഗോഡ് ടു, എനിക്കും ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആകാം, ആൻഡ് ഐ ഹാവ് മൈ നീഡ്സ് ടു എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് നന്മതിന്മകളെ അറിയണം, എനിക്ക് ദൈവത്തെ പോലെ ആകണം, എനിക്ക് ഉയരണം എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ വരുന്നതായിട്ട് കാണുവാൻ കാണാൻ സാധിക്കും. വി സീ ദ സെയിം മിസ്റ്റേക്ക് ഹാപ്പനിങ് ഇൻ ദ ടവർ ഓഫ് ബാബേൽ. ബാബേൽ ഗോപുരം പണിയുമ്പോൾ ദൈവത്തെ അതുപോലെ ഉയരണം എന്നുള്ളൊരു ആഗ്രഹം അവിടെ വരികയും ആൻഡ് ദെൻ വി സീ ദാറ്റ് എവറിത്തിങ് ഈസ് ക്രംബ്ലിംഗ് ഡൗൺ, എല്ലാം തകർന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ദേ ഓൾ ബിക്കേം കൺഫ്യൂസ്ഡ്. അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് നമ്മുടെ ജീവിതം. ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ sometimes we desire God just like Adam and Eve desired God before they fell. And then sometimes we are like Adam and Eve. We want to be like God. We want to find the answers by our reasoning and our intellects and our minds. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള രണ്ട് തരം ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മളിൽ ആ രണ്ട് പേഴ്സണാലിറ്റീസും കാണുവാനും നമുക്ക് സാധിക്കും. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, പക്ഷെങ്കിൽ സംടൈംസ് ഇഫ് യു ആർ നോട്ട് ക്ലോസ് ടു ജീസസ് ക്രൈസ്റ്റ്, ദൈവത്തോട് നമ്മൾ പൂർണ്ണമായിട്ട് അടുത്ത് അല്ല എങ്കിൽ, പരീക്ഷരും സദൂക്യരും പള്ളിയിൽ ഇരുന്നത് പോലെ അവരെ വെള്ളപൂശിയ കല്ലറകളെ വൈറ്റ് വാഷ്ഡ് ടൂംസ് എന്നാണല്ലോ ദൈവം വിളിച്ചത്. അതുപോലെ നമ്മളും പലപ്പോഴും നമ്മുടെ ഒരു സൂപ്പർ റിലീജിയസിറ്റി ഒക്കെ കാണിച്ചുകൊണ്ട് ഐ എം സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പക്ഷെങ്കിൽ ക്ലോസ് ടു ചർച്ച് ബട്ട് ഫാർ ഫ്രം ഗോഡ് എന്നൊക്കെ പറയുന്നത് പോലെ വി കൈൻഡ് ഓഫ് ആക്ട് ലൈക്ക് വി ആർ വെരി ക്ലോസ് ടു ഗോഡ് ബട്ട് ഡീപ്പ് ഇൻ അവർ ഹാർട്ട്സ് വി ആർ റിയലി നോട്ട്. ഒരു ഉപമയെ പറയുന്നുണ്ടല്ലോ, ദൂരെ ദേവാലയത്തിൻ്റെ പുറത്തു നിന്ന് കർത്താവിനോട് കരുണ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പറ്റിയും എന്നിട്ട് അങ്ങ് അകത്ത് പോയിട്ട് കർത്താവെ ഞാൻ ഈ നന്മ പ്രവൃത്തികളൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്ന ആ രണ്ട് വ്യക്തികളുടെ ഉപമ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് വെയർ വി ഹാവ് എ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഗ്രൂപ്പ് ഡു വി ബിലോങ്? ഇതിലേത് ഗ്രൂപ്പിലാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത്, അല്ലെങ്കിൽ വെർ ഡു വി റിയലി സ്റ്റാൻഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ വരികയാണ്. ഡു വി സ്റ്റാൻഡ് വിത്ത് ദ thief who asked for an immediate miracle? ഇപ്പോൾ അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞ ആ ഒരു കള്ളനെ പോലെ ഇരിക്കുന്നു, അതോ do we stand with the other thief who totally and completely desired God, remember me, I know who you are, I accept you, and just remember me at your time, നീ ഇച്ഛിക്കുന്നതായിട്ടുള്ള സമയത്ത് നീ എന്നെ ഓർക്കണമേ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു കള്ളൻ്റെ മാനസികാവസ്ഥയിലാണോ? വെർ ഡു വി റിയലി സ്റ്റാൻഡ്? ആൻഡ് വെർ ഡു വി സ്റ്റാൻഡ് വെൻ വി മേക്ക് അവർ ചോയ്സസ് ഇൻ ദ ലൈക്ക് ദ ഫസ്റ്റ് തീഫ് ഓർ ലൈക്ക് ദ സെക്കൻഡ് തീഫ്? ആബേലിനെ പോലെയോ കയീനെ പോലെയോ? ആൻഡ് ത്രൂ ഔട്ട് ദ ബൈബിൾ വി സീ ദീസ് ടു ഡിഫറെൻറ്റ് personalities or two different type of people. One group that is totally desiring God, and a second group that is desiring themselves, their own selfishness, and they use God just like a vending machine to receive blessings. അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് മാത്രം ദൈവത്തെ നിൽക്കുകയും ദൈവത്തോട് കൂടി ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു സമൂഹവും, ഓൺ ദ അതർ ഹാൻഡ് ദൈവത്തെ പൂർണ്ണമായിട്ട് കർത്താവെ നീ എന്നിൽ നിറയണം, ഞാൻ പൂർണ്ണമായിട്ട് നിന്നെ പോലെ വിശുദ്ധിയിലേക്ക് വളരണം എന്നാഗ്രഹിക്കുന്നതായിട്ടുള്ള മറ്റൊരു സമൂഹവും നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് വി ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ ടുഡേ, വെർ ഡു ഐ ബിലോങ്? വെർ ഡു യു ബിലോങ് എന്നുള്ളൊരു ചോദ്യം. ആൻഡ് ഐ തിങ്ക് വി നീഡ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ഓൺ എ ഡെയിലി ബേസിസ്. നമ്മുടെ ജീവിതങ്ങളിൽ ഓരോ ദിവസവും നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും we need to ask, do I stand with the first thief or do I stand with the second thief? Because we all are sinners and we all need salvation, but we have the right or we have the option to choose which way to go. നമുക്ക് ഒരു നിമിഷം കൂടി കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ വചനത്തെ അങ്ങ് നൽകിയതിനെ ഓർത്ത് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വചനം ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നടത്തണമേ. കർത്താവെ, അങ്ങയുടെ വചനത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യേശുവെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലെറ്റ് us desire you, God. അങ്ങയെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ, അതിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നോട്ട് ഫോർ അവർ ഓൺ സെൽഫിഷ് ഡിസയേഴ്സ് ബട്ട് ഫോർ യു, ഗോഡ്. നീ മാത്രമാകുന്നു ഞങ്ങളുടെ എല്ലാം എന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സർവ്വം യേശുവിന്റെ നാമത്തിൽ തന്നെ കൃപ നൽകണമേ. കേട്ട വചനത്തോട്
verse 5. Anybody want to share?